ഞങ്ങളിവിടെ ചക്ക പഴുത്തത് നേരെയാക്കാണ് കേട്ടോ. നമ്മളൊന്ന് കാണണ്ട. ആദ്യം അച്ഛനവിടെ ഞങ്ങൾ പഴുത്ത ചക്ക വെട്ടിണ്ട്, അത് നേരെയാക്കട്ടെ. അപ്പോൾ നല്ല സൂപ്പർ ചക്കയാണ്. നല്ല മധുരത്തിൻ്റെ മണം വരുന്നുണ്ട്. ഉണ്ടോ? നേരെ വെക്കണം. നമുക്ക് ചക്ക നേരെ ഫോണേ വീഴല്ലേ. അത്രയാണ് സംഭവങ്ങൾ. ഒരു ചക്ക വീഡിയോ ആവട്ടെ. ചക്കി മാങ്ങയായിട്ട് നമ്മൾ കുറെ വീഡിയോ ചെയ്തില്ലേ. പക്ഷെ ചക്കി മാങ്ങയൊക്കെ എത്ര കണ്ടാലും മതിയാവില്ലല്ലോ നമ്മുടെ മലയാളികൾക്ക്. എന്നും എല്ലാ കൊല്ലവും അതിനൊക്കെ പുതുമയുണ്ട്. അതാണ് അതിൻ്റെ രസം. എന്തെങ്കിലുമൊക്കെ പറയുക വെച്ചാൽ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു ഒരുപാട് പേർക്ക്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വലിയൊരു ചക്ക, 2 അടിയൊക്കെ നീളമുണ്ടാവും. അങ്ങനത്തെ വലിയ വലിയ ചക്ക. അതിങ്ങനെ ചുള പറിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ തേന് കിനിക്കും. അങ്ങനത്തെ ചക്കയാണ്. അതിങ്ങോട്ട് വെട്ടി നടുകെ വെട്ടും. പിന്നെ ഉള്ളതിന് 4 മാളാക്കും. എന്നാൽ പിന്നെ തമ്മത്തെല്ലാണ് അതിന്. എനിക്ക് ചെറിയ മോള് കിട്ടി, എനിക്ക് വലുത് കിട്ടി, എനിക്ക് ഒന്നും കൂടി വേണം പറഞ്ഞിട്ടുള്ളത്. ഒരു ചക്ക ഉണ്ടെങ്കിൽ 4 ആൾ അത് കരിയിടും. മിനിറ്റ് വെച്ച നേരം കൊണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടിക്കാലം. അതെ, അങ്ങനെ ചക്ക കഴിക്കാൻ പറ്റിയിരുന്നു. ഇന്നിപ്പോ 2 ചോള അതൊക്കെ പോയിട്ട് അന്നൊക്കെ ഞാനായിട്ട് തമ്മത്തില്ലിയൊക്കെ എൻ്റെ മീതിൽ ഏട്ടുണ്ട് ബാംഗ്ലൂര്. മൂപ്പർക്ക് ഒരു ചക്കച്ചോളയും കൂടെ തിന്നാൻ വയ്യാതെ. അതാണ് ഇപ്പൊ നമുക്ക് 2 ചോള അധികം തിന്ന ഡൈജഷൻ പ്രോബ്ലം ആയി. അന്നൊന്നും അത് പ്രശ്നമേ അല്ല. പണ്ട് ഒരു ചക്ക വെട്ടി 2 ആള് സുഖമായിട്ട് കഴിക്കും. അതും ചക്ക അതുമാതിരിയുള്ള വലിയ വലിയ ചക്കകൾ, തേന് കിനിയണ ചക്കയായിരുന്നു. അന്ന് ദഹനക്കേടിന്റെ പ്രശ്നമൊന്നും ആർക്കില്ല. പിന്നെ ഇതിലത്തെ ഒന്നും കളയില്ല. ചക്കച്ചോള എടുത്തു തിന്നു. ഒരു കൂട്ടാൻ വയ്ക്കും. അതിൻ്റെ ആ ചകിണിയും അതൊക്കെ പാടെ അതും ഇത് മടലും കരുള് മാത്രം കളയും. ബാക്കിയൊക്കെ ഉപയോഗിക്കും. തന്നെ അതൊക്കെ വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും. അതന്നെ ഒന്ന് കഴിക്കാനുള്ളൂ. അല്ലാതെ ഇപ്പോഴത്തെ നൂഡിൽസും മസാല ദോശയും ആ വകയൊന്നും അന്നില്ല. തന്നെ തീറ്റ. ചക്കക്കാലം മാങ്ങാക്കാലം വന്നാൽ ഒന്നുമില്ല, ഭക്ഷണം തന്നെ. ചില സമയത്ത് ബാക്കി ഭക്ഷണം കൂടെ ഉണ്ട്. അത് ചക്ക കൂട്ടാൻ വെച്ചിട്ട് അത് മാത്രം. നോൽമ്പിനൊക്കെ ചക്ക കൂട്ടാനങ്ങൾ വെക്കും. അത് തന്നെ അതിലിത്തിരി വെളിച്ചെണ്ണ, പുഴുക്ക് പോലെ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ച് അങ്ങോട്ട് ഇറക്കി അതങ്ങോട്ട് കോരി പ്ലായിലുകൊണ്ട് കോരി അങ്ങോട്ട് കഴിക്കുക ചെയ്യാം നോൽമ്പിനൊക്കെ. പിന്നെ അന്നൊക്കെ എന്താ വെച്ചാൽ കൂട്ടുകുടുംബങ്ങളാണ്, തറവാട്ടിലാണ്. അവിടെ തൊടിയിലുള്ളതൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ ഒരു സാധനവും പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങുന്ന പരിപാടിയില്ല. പലചരക്ക് സാധനങ്ങളല്ലാതെ യാതൊന്നും, പച്ചക്കറി ആവട്ടെ യാതൊന്നും പുറത്തുനിന്ന് വാങ്ങില്ല. അതുമാതിരി തേങ്ങ ഒന്നും വാങ്ങില്ല. ഒക്കെ തൊടിയിലുണ്ടാവും. അപ്പോൾ തേങ്ങയും ഉണ്ടാവും, വെളിച്ചെണ്ണയും ഉണ്ടാവും. അതിനൊന്നും പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കുക. പിന്നെ അതുമാതിരി അതുകൊണ്ട് തന്നെ ചക്കപ്പലഹാരം. ഈ ചക്ക അങ്ങോട്ട് ചെറുതായിട്ട് അരിഞ്ഞ്, ചുളയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങ് വേവിക്കും. കുറച്ച് ദിവസം വേവിക്കണം. എന്നിട്ട് അതിൽ ശർക്കരയൊക്കെ ഇട്ട് വരട്ടി എടുക്കുക. നൂല്
ചില നൂലുള്ള ചക്ക ഉണ്ടാവും, അതിൻ്റെ നൂലൊക്കെ കളയണം. എന്നിട്ട് നല്ലോണം വരട്ടിയെടുത്ത് അതിൽ നെയ്യും ഒക്കെ ഒഴിച്ചിട്ടാണ് വരട്ടുക. ആ വരട്ടി ഉള്ളിലേക്ക് ഇരുത്ത് വയ്ക്കും. അതുകൊണ്ട് പലഹാരം ഉണ്ടാക്കും. ഞങ്ങൾ കൂട്ടുകുടുംബത്തിൽ ഞങ്ങളൊരു 10-14 അംഗങ്ങളുള്ളൊരു വീടൊക്കെ ആയിരുന്നു. അവിടെ ഇതുമാതിരി ഒരു വലിയൊരു ചെമ്പിൽ ഇവിടെ തന്നെ മമ്മൂട്ടി പശുവിനെ വിളിക്കാം. തമ്പുരാനെന്നാ വിളിച്ചത്. തമ്പുരാനെന്നാ വിളിക്കുന്നത്. ജാനും എടുത്ത അല്ലാന്ന് ആ എല്ലാവരും സൗണ്ട് ഒരുപോലെ അതാ പറയുന്നു. ആ തൊടിയേക്ക് കയറിപ്പോയിണ്ടാവും. ചക്ക പലഹാരം ഉണ്ടാക്കും. വലിയ വട്ടച്ചപ്പിൽ ഇല വാട്ടിയിട്ട് കുരങ്ങന്മാരോ അത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. മേമ പറഞ്ഞു മാങ്ങ തിന്നാൻ കയറിയിരിക്ക. പ്രേക്ഷകരെ നിങ്ങളിത് കണ്ടു. മീനാക്ഷി പറഞ്ഞിട്ട് പറയാൻ തോന്നുന്നു എനിക്ക്. തൊടിയില് കുരങ്ങൻ വന്നിട്ട് മാങ്ങ കഴിക്കുന്നുണ്ട്. ഇത്രേ എടുക്കാൻ പറ്റില്ല കേട്ടോ. ആ തൊടിയിലാ അവര് കിട്ടില്ല. അങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. പലഹാരമൊക്കെ ഉണ്ടാക്കി എടുത്തു വയ്ക്കും. ഒരാഴ്ചയൊക്കെ എടുത്തു വയ്ക്കാൻ പറ്റും ചക്ക പലഹാരം ഉണ്ടാക്കി. പിന്നെ ഏരിയയിലൊക്കെ പൊതിഞ്ഞതാണെങ്കിൽ കേടേ വരും. അതെ, നല്ലോണം പണക്കിഴി കെട്ടണ മാതിരിയാണ് കെട്ടുക. അത് കെട്ടി ഇതിൽ ആവിയിൽ വീണ മാതിരിയാണ്. ചെമ്പിൽ വെള്ളം പാർന്ന് അതിൻ്റെ മീതെ അണ വാഴടണയൊക്കെ ഇങ്ങനെ വെച്ച് ചിരട്ട കൗത്തി വയ്ക്കും. അതിൻ്റെ മീതെ വാഴടണ തലങ്ങും മെലങ്ങും ഒക്കെ വെച്ച് അതിൻ്റെ മീതെയാണ് ഈ കെട്ടുകൾ വയ്ക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് അങ്ങ് കുറേ നേരം വേവിക്കും. ആവിയിൽ പോകും. എന്നിട്ട് അതിങ്ങ് എടുത്തു വെച്ചാൽ കാത്തിരിക്കും. അത് അടുപ്പത്തുനിന്ന് എടുക്കാൻ കാത്തിരിക്കും ഞങ്ങൾ. പിറ്റേ ദിവസത്തേക്ക് ആറിയാലാണ് സ്വാദ്. അപ്പോഴേക്കൊക്കെ കഴിയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത്. ഇതുപോലെ ചക്ക കൂട്ടാൻ. ചക്കയുടെ കാലം കഴിയുന്നവരെ ചക്ക, മാങ്ങയുടെ കാലം കഴിയുന്നവരെ മാങ്ങ. ഉത്സവമാണ് ചക്ക ഉത്സവം, മാങ്ങ ഉത്സവം. അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് പിന്നെ പഴം അതൊക്കെ വീട്ടിലുണ്ടാവും. തൊടിയിലല്ലേ, വലിയ വളപ്പുകളാണ്. അപ്പോൾ ഈ ചെറുകായി ഉണ്ടാവും. ചിലരൊക്കെ നേന്ത്രവാഴയൊക്കെ വയ്ക്കും. പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടാക്കുന്നവരുണ്ട്. ഇങ്ങനെ വെച്ചാൽ നേന്ത്രവാഴയൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും കാശ് കൊടുത്ത് വാങ്ങില്ല എന്നർത്ഥം. ഓണത്തിന് ഇനി ആരും ഇപ്പോൾ നേന്ത്രവാഴ സ്ഥിരം വെക്കലില്ലെങ്കിലും ഓണത്തിനെന്നും പറഞ്ഞിട്ട് കുറച്ച് വാഴ വയ്ക്കും. അത് ഓണത്തിന് ഉപയോഗിക്കും. അല്ലാതെ ഒന്നും വാങ്ങലില്ല. അതുമാതിരി ചെറുകായ തൊടിയിലുണ്ടാവും. അത് ഒരു കൊലയും കൂടി വെട്ടിക്കൊണ്ടിരും. അത് അതിന് അത്ര രക്ഷ ചെയ്യലൊന്നുമില്ല. തന്നെ അങ്ങനെ ഉണ്ടായിക്കോളും. ഓരോന്ന് കന്ന് പൊട്ടിയിട്ട്. അപ്പോൾ ഒരു കൊലയിൽ 5 ചീർപ്പോ 4 ചീർപ്പോ 3 ചീർപ്പോ ഒക്കെ ആയിട്ട് വരും. അതൊരു കൊലയും കൂടി വെട്ടിക്കൊണ്ടുവന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഉപ്പേരിക്കായി. അതങ്ങനെ ഉപ്പിട്ട് വേവിക്കും. ഉപ്പേരിക്ക് ലേശം വെളിച്ചെണ്ണ ഞാൻ തുളിച്ചാൽ ഉപ്പേരി. പക്ഷേ ഇരുമ്പ് ചീഞ്ചട്ടിയിലാണ് ഉപ്പേരി ഉണ്ടാക്കുക. ആ ഇരുമ്പ് സത്ത് അങ്ങനെ ചെല്ലും. നമുക്ക് അയൺ ഗുളിക കഴിക്കണം. ഇപ്പോൾ എല്ലാവർക്കും അന്ന് അത് വേണ്ട. നല്ല അയൺ ചെല്ലും. അതായത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അറിയാതെയാണെങ്കിലും വേണ്ട പോഷകങ്ങൾ മുഴുവനും നമുക്ക് കിട്ടിയിരുന്നു അന്ന്. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് പോഷകങ്ങളൊക്കെ വേണമെങ്കിൽ ഡോക്ടർമാർ പറയണം ഇന്ന ഗുളിക അത് കഴിക്കാം. എന്നിട്ട് മനുഷ്യന് വേണ്ടാത്ത സാധനങ്ങൾ നമ്മളുണ്ടാക്കി കഴിക്കാം. പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന സാധനങ്ങൾ ബാക്കിയുള്ളതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൃഗങ്ങളൊക്കെ കഴിച്ചിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ നൂഡിൽസ് മാനിയും ചേനയും കുട്ടികൾ ആർത്തിയോടെ കഴിക്കണമല്ലോ. ഇത് ഏതെങ്കിലും മൃഗങ്ങൾ കഴിക്കുമോ? ഇല്ല. അവർ മാറിയിട്ടില്ല. മൃഗങ്ങൾക്കൊക്കെ അവരുടെ ആ പഴയ സമ്പ്രദായം തന്നെ ഇഷ്ടം. മൃഗങ്ങൾ കേക്ക് കഴിക്കട്ടോ, കേക്ക് കഴിക്കും. ഞാൻ അത് മധുരമുള്ളതാ. അതിപ്പോ ശർക്കര കൂട്ടിയ കംപ്ലീറ്റ് പറഞ്ഞില്ലേ, അതിൽ പെട്ടതാണ്. അത്രേ ഉള്ളൂ. അതൊന്നും അവർക്ക് അധികം പറ്റൂല. അതിൻ്റെതായ കേട് അത് കഴിച്ചാൽ അവർ പ്രകടിപ്പിക്കും. പിന്നെ അവർ കഴിക്കില്ല. ഈ ചക്ക ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ചോളയും കുരു കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഒക്കെ പയക്കൾക്ക് കൊടുക്കും. പയക്കൾ കന്ന് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അത് മിഷ്ടാന്ന ഭോജനമാണ്.
അതൊക്കെ വെട്ടിയിട്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ അവരും സുഭിക്ഷാണ്. ഇന്നിപ്പോ പലയിടത്തും പശുവില്ല, അതുകൊണ്ട് ചക്കട നേരേക്ക് കഴിഞ്ഞാൽ ബാക്കി വേസ്റ്റാ. ചക്ക വേസ്റ്റ് എന്ത് ചെയ്യും? സുഭിക്ഷായിട്ട് അവരും കഴിയും, നമ്മളും കഴിയും. ഇപ്പൊ എല്ലാ വീട്ടിലും പശുവില്ലല്ലോ, പശുവുള്ള വീട് അന്വേഷിച്ച് പോയി കൊടുക്കണത്. അങ്ങനെയൊക്കെയാണ് ആ കാലം. അതിൻ്റെ ഒരു സുഖവും സന്തോഷവും. അന്നൊക്കെ വിശപ്പും ഉണ്ടായിരുന്നു, വിശപ്പിനനുസരിച്ച് നല്ലോണം കഴിക്കാനും സാധിക്കുമായിരുന്നു, കഴിച്ചതൊക്കെ ദഹിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികളാണെങ്കിൽ ഓടി ചാടിയിട്ടും കളിക്കും. വീട്ടുകാരാണെങ്കിൽ, സ്ത്രീകളാണെങ്കിൽ അടുക്കളയിലത്തെ പണി നെല്ല് വെക്കുക, കുത്തുക, ഉണക്കുക, അത് കൊണ്ടുപോയിട്ട് നെല്ല് മില്ലിലൊന്നും കൊണ്ടുപോയില്ല അന്ന്. അതന്നെ ഉരക്കുഴിയിൽ കുത്തുക. അങ്ങനെ ആണുങ്ങളാണെങ്കിൽ പാടത്ത് കൈക്കോട്ടെടുത്ത് പാടത്തെ പണി കളയ്ക്കുക, കന്ന് കൂട്ടുക. അതുപോലെ കായക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിചരണം, ഏത്തം പൂട്ടുക, നനയ്ക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വേറെ ജോലി ഒന്നും ഇല്ലാത്തവരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. 11 മിനിറ്റായി വീഡിയോ, നമുക്ക് നിർത്തിയാലോ? ചക്ക കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം. അച്ഛൻ്റെ എന്താ പറയുക, ഓർമ്മകൾ, നോസ്റ്റാൾജിയാസ് ആണ് ഇപ്പോൾ അച്ഛൻ ഇവിടെ പറഞ്ഞത്. ഈ തൽക്കാലം നമുക്ക് ചക്ക ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം എടുത്തിട്ട്. ഇപ്പോൾ പഴയ കാലത്തെ ഓർമ്മകൾ ഇങ്ങനെ കുറേ കിട്ടും, ഞാൻ ഇടയ്ക്കൊക്കെ ഇടാട്ടോ.